ഹായ് കൂട്ടുകാരെ, ദേവുട്ടി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കടയിൽ നിന്ന് 2-3 മാങ്ങ കൊണ്ടുവന്നു. അതൊരു മിൽക്ക് ഷേക്ക് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റായി മാങ്ങയ്ക്ക് കേട്ടോ, നല്ല മധുരമൊക്കെയാണ്. അപ്പം നമുക്കിതൊന്ന് ഒരു മിൽക്ക് ഷേക്ക് അടിച്ച് കുടിക്കാം. അതേ മാങ്ങ എല്ലാം ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ചെത്തി അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ മാങ്ങ നല്ല മാങ്ങ കേട്ടോ, നല്ല മധുരം ഇതിന് കേട്ടോ, സൂപ്പർ മധുരമാണ്. പിന്നെ പഞ്ചസാര വേണമെങ്കിൽ ലേശം ചേർത്താൽ മതി, ഇച്ചിരി പഞ്ചസാര ഞാൻ ചേർക്കും. ഇതെല്ലാം നമുക്കിങ്ങനെ ഒന്ന് ചെത്തി ഇങ്ങനെ വരഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. അതിനകത്ത് ഇട്ട് കൊടുക്കണമെങ്കിൽ ചെറിയ കഷ്ണങ്ങളെ പറ്റുള്ളൂ. അതുകൊണ്ട് മിക്സി പോലല്ല, ചെറിയ ചെറിയ പീസുകളാക്കി ഞാൻ തന്നെ ഇങ്ങനെ സ്പൂണ് കൊണ്ട് കോരിയാണ് ഇടുന്നത്. അപ്പോൾ അതിനാണ് ഞാൻ ഇങ്ങനെ ചെത്തിയെടുത്തത്. സ്പൂണ് കൊണ്ട് ഇങ്ങനെ വടിച്ചാൽ മതി, ഓരോ കഷ്ണങ്ങളായി ഇങ്ങനെ കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാതെ മിക്കവാറും കൊണ്ടുവരും കേട്ടോ, മാങ്ങ കൊണ്ടുവരും. ഞങ്ങളിങ്ങനെ വൈകുന്നേരം ഇരുന്നുകൊണ്ട് ഇങ്ങനെ പൂളി ഞങ്ങളെല്ലാം അവിടെ കഴിക്കുന്നുണ്ട്. നല്ല മധുരം, എത്ര കഴിച്ചാലും മതി വരത്തില്ല, കൂടെ നല്ല മധുരമാണ്. പിന്നെ ഇതിനകത്തൊക്കെ നമ്മുടെ ഇവിടുത്തെ നാട്ടുമാവൊന്നുമല്ല, ദൂരെ നിന്നൊക്കെ വരുന്ന മാങ്ങയാണ്. നല്ലതായിട്ട് കഴുകിയൊക്കെ എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ പണി കിട്ടും. മധുരം നല്ല അടിപൊളി മധുരം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതും എല്ലാവരും ഒന്ന് കാണണേ. അപ്പം അടുത്ത 2 മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ മാങ്ങയെല്ലാം ചെത്തിയെടുത്ത് അതും നമുക്കൊന്ന് അടത്തി എടുക്കാം. അപ്പോൾ അവിടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ചുമ്മാ ഒന്ന് ഡാൻസ് കളിച്ചതാണ്. വെറുതെ ചുമ്മാ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്ന് കാണിക്കണ്ടേ, ഞങ്ങൾ ഡാൻസ് കളിക്കാം കേട്ടോ. അപ്പോൾ അവളവിടെ നിന്നുകൊണ്ട് ചോദിക്കും, കുറച്ച് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അവൾക്ക് കൊടുക്കുമായിരുന്നു. ഞാനും ഇടയ്ക്ക് 2 വായി വെക്കും. ചെത്തുമ്പം തന്നെ ഞങ്ങളുടെ പട്ടിയുണ്ടല്ലോ, അവിടെ ഇതുകൊണ്ടൊരു മണം കേൾക്കുമ്പോഴേ ഇരുന്നുകൊണ്ട് മുറുമുറുപ്പ്, അതിൻ്റെ മണമൊക്കെ അതിന് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ തിന്നുന്നത്. നമ്മൾ മാങ്ങ എടുത്ത് ചെത്തുമ്പോഴേ അവിടെ കിടന്നുകൊണ്ട് കയറ് പൊട്ടിക്കാൻ തുടങ്ങും. അപ്പോൾ വൈകിട്ട് ഞങ്ങളുടെ പുള്ളിക്കാരൻ വരുമ്പം തന്നെ മാങ്ങ ഉണ്ട് അവിടെ പൂളി കൊടുക്കും അതിന് കേട്ടോ. അതുകൊണ്ട് വലിയ ഇഷ്ടമാണ് അവൾക്ക് ഇതൊക്കെ കഴിക്കാനായിട്ട്, നല്ല മധുരമല്ലേ. അപ്പോൾ ഞാൻ 2 സ്പൂണ് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാൽ ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ, ബാക്കി വേണമെങ്കിൽ ഒഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ കുറച്ച് പാലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്കൊന്ന് ഒത്തിരി വെള്ളം പോലെ ആയാലും അഴുക്കാം, ഇച്ചിരി നല്ല ഒരു കുറുകിയിരിക്കണം, നല്ല ഒരു ടേസ്റ്റ് ഉള്ളൂ. നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നല്ലതായിട്ട് ഇത് അടയ്ക്കുമ്പോൾ അതിൻ്റെ വെട്ടിലിട്ട് അടച്ചില്ലെങ്കിൽ ഇത് ഭയങ്കര പാടാണ്. അതുകൊണ്ട് അത് നോക്കി അടയ്ക്കാൻ പറ്റത്തില്ല. അതെല്ലാം അടച്ച് നോക്കിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചരിച്ച് പിടിക്കണം, എന്നിട്ട് വേണം കേട്ടോ എൻ്റെ സ്വിച്ച് ഓണാക്കാൻ. അത് ഞാൻ അടിക്കുവാണ്. അപ്പോൾ അമ്മ അവിടെ വന്നിന്ന് നോക്കുന്നതാണ് കാണുന്നത്. അമ്മച്ചിക്ക് ഷുഗറുണ്ട്, എന്നാലും ഇതൊന്നും വിടുകയല്ല കേട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, മധുരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങയൊക്കെ എപ്പോൾ ചെത്തിയാലും കഴിക്കും, കൊതിയല്ലേ, കൊണ്ട് കൊടുക്കും ഞാൻ. അങ്ങനെ എന്നാ എടുത്താലും കൊടുക്കും കേട്ടോ. ഷുഗറാണെന്നും പറഞ്ഞ് നമ്മൾ അങ്ങനെ ഒന്നും കൊടുക്കാതിരിക്കത്തൊന്നുമില്ല, എല്ലാം കഴിക്കട്ടെന്ന് വിചാരിക്കും. മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പിന്നെ അവർക്ക് കൊതിക്ക് നമുക്ക് ഇച്ചിരിയൊക്കെ കൊടുക്കാം. എല്ലാവരും മനുഷ്യരല്ലേ, എല്ലാവരും കഴിക്കാൻ വേണ്ടിയല്ലേ ജീവിക്കുന്നത്. കുറച്ചൊക്കെ, ഒത്തിരിയൊന്നും കൊടുക്കുകയില്ല, എന്നാലും കൊതി പറയുമ്പോൾ കൊടുക്കും. ചിലർ പറയും അത് കഴിക്കരുത് ഇത് കഴിക്കരുത് എന്നൊക്കെ പറയും, ഒന്നും പറഞ്ഞ് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. എൻ്റെ പൊന്നമ്മോ, ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാനിങ്ങനെ മാങ്ങ ഇങ്ങനെ പാലൊഴിച്ച് എനിക്കിഷ്ടമല്ലായിരുന്നു ഇങ്ങനത്തെ അടിച്ച് കുടിക്കുന്നത്. പിള്ളേരൊക്കെ കുടിക്കുമായിരുന്നു, എനിക്കിഷ്ടമല്ല. ഞാനിപ്പോൾ എന്താണ്ട് കുടിച്ചപ്പോൾ അടിപൊളി സാധനം, അടിപൊളി, ഒന്നും പറയാനില്ല, സൂപ്പർ സാധനം. അവൾക്കും കൊടുത്തേ. ഞാൻ ഇച്ചിരി കൂടെ എനിക്ക് തരണമെന്നുള്ളോട് ഞാൻ പറഞ്ഞു. അവൾ കുടിക്കുവാണേ, അവൾ തരാമെന്ന് പറഞ്ഞത് വീണ്ടും ഞാൻ മേടിച്ച് കുടിക്കുക. അവളെന്നിട്ട് പറയുന്നുണ്ട്, അമ്മയെ വെച്ചേക്കണേന്ന് എന്നോട് പറയുന്നുണ്ട്. ബാക്കി ഞാൻ പിന്നെ അവൾക്ക് കൊടുത്തു, അവൾ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉച്ചയ്ക്ക് ചോറൊക്കെ ആയായിരുന്നു, അത് ചോറൊക്കെ വെച്ച് ചിക്കനൊക്കെ കറിയൊക്കെ വെച്ച്. പിള്ളേരാരും ഇപ്പോൾ ചിക്കൻ്റെ കാല് തിന്നുകയില്ല, അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തോ. ഞാനും അങ്ങനെ കഴിക്കത്തില്ലായിരുന്നു, ഞാനിപ്പോൾ ഒരെണ്ണം എടുത്തുകൊണ്ട് വന്നു. അപ്പം ചിക്കനായിരുന്നു, വേറെ കറിയൊന്നുമില്ല, മോരുണ്ടായിരുന്നു. മോരെനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല, അപ്പോൾ ചിക്കൻ കൂട്ടി ചോറുണ്ണുവാണേ. അപ്പോൾ സിനിമയൊക്കെ വെച്ചിട്ടുണ്ട്. അമ്മ അവിടെ നിന്ന് ടി വി കണ്ടുകൊണ്ടിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. അമ്മയ്ക്ക് എപ്പോഴും ടി വി നിർത്താനേ പാടില്ല, എപ്പോഴും ഇങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കണം.
എനിക്കിഷ്ടമല്ല എപ്പോഴും കണ്ട പടം തന്നെയും പിന്നെയും കാണുന്നു. അവിടെ ഇങ്ങനെ കണ്ടോണ്ടിരുന്നോളും. അങ്ങനെ എത്ര വെച്ച് കൊടുത്താലും ഇച്ചിരി നേരം നിർത്തുമ്പോൾ ആൾക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പം പെണ്ണ് കണ്ട് എന്നെ മണ്ടയ്ക്ക് കയറിയിരുന്നാണ് കഴിക്കുന്നത്. അപ്പം ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ട് സന്ധ്യയായി ഇപ്പം കേട്ടോ. ഞങ്ങളിതേ മേളിൽ ഞങ്ങൾ രണ്ട് ഇവിടെ ഒരു മില്ലുണ്ട് നമ്മുടെ ഈ വീടിനോട് ചേർത്ത്, ഈ പൊടിക്കുകയും തേങ്ങ ആട്ടുന്ന മില്ല. നമ്മളിപ്പോൾ അത് സ്വന്തമായിട്ട് നടത്തുവാണേ. അപ്പം മില്ലിൻ്റെ മേളിലൊരു ബോർഡ് വെച്ചായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ മേളിലോട്ട് കയറിപ്പോയതാണ്. എഴുതി വെച്ച് സന്ധ്യ ആയായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ ഞാൻ ഇവിടെ നിന്ന് ഡാൻസ് കളിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കളിക്കാൻ പറഞ്ഞു. ഞാൻ ഒരു വീഡിയോ ഒക്കെ വെച്ച് ഡാൻസ് കളിച്ച് അത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3-4 കൂടിയ റോഡാണ്. ഞങ്ങൾ മേളിലോട്ട് പോകുന്ന അവിടെ സ്കൂളിലോട്ട് പോകുന്ന വഴി, അങ്ങോട്ട് കറ്റോട് പോകുന്ന വഴിയാണ്. പിന്നെ താഴോട്ട് വരുന്ന നമ്മുടെ വീട്ടിലോട്ട് ഇറങ്ങി വരുന്ന വഴിയാണ്. അപ്പം ഞങ്ങളവിടെ നിന്ന് അവൾ ഇന്നാണ്ട് അങ്ങോട്ട് നടന്നു പോവുക. അപ്പോൾ ഡാൻസൊക്കെ കളിച്ച് അവിടെ നിന്ന് കേട്ടോ. ഞാൻ പാട്ടൊക്കെ വെച്ച് കൊടുത്ത് ഡാൻസൊക്കെ കളിച്ച് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം അതിലെല്ലാം നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം സന്ധ്യയായില്ല. അപ്പോൾ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദൂരം നടന്ന് ഞങ്ങൾ പോയി. അപ്പോൾ ഇതേ സന്ധ്യയായി. തിരിച്ച് ഞങ്ങളുടെ വീടിൻ്റെ വാതിൽക്ക വന്നു. ഇതേ അവിടെ അമ്മ മേളിൽ നിൽപ്പുണ്ട്, കാണാം. ഞങ്ങളെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ സന്ധ്യ 7 മണിയാകാറായി. എല്ലായിടം ലൈറ്റൊക്കെ ഇട്ടു. ഞങ്ങൾ വീട്ടിലോട്ട് നടന്ന് പോവുകയാണ്. വീടിൻ്റെ വാതിൽക്ക് എത്തി. എൻ്റെ അമ്മ അവിടെ നോക്കി നിൽക്കുക, ഞങ്ങളെ കാണാൻ ഞാൻ ഇങ്ങനെ നോക്കി അവിടെ നിൽക്കുക. താഴെ വെട്ടമൊന്നും ഇട്ടിട്ടില്ല, ലൈറ്റ് ഇടാറായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിത് കയറി വീട്ടിലോട്ട് വന്നു. അപ്പോൾ മേളിൽ നിന്നോണ്ട് താഴോട്ട് ഇങ്ങനെ നോക്കും. നല്ല രസം അവിടെ വെട്ടമൊക്കെ ഇങ്ങനെ ഉള്ളപ്പോൾ താഴെ നിന്ന് നോക്കാനായിട്ട്. അപ്പോൾ ഇതേ വീടിനകത്തോട്ട് കയറി. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ബൈ.